അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഓർഡിനറി ബോട്ടത്തിന്റെ സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ 4 പീസ് നമ്മൾ പിന്നെ അതിന്റെ പാൻറ് വെട്ടിയുടെ സൈഡിൽ നിന്ന് പോയുന്ന തുണി നമ്മൾ മുകളിലേക്ക് വെക്കാൻ എങ്ങനെ തയ്ക്കാം, എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ആദ്യം കാണിച്ചു തരാം. തയ്ച്ചതിന് ശേഷം നമ്മുടെ ലെങ്ത് നോക്കുക. വേസ്റ്റ് റൗണ്ട് നോക്കുക. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെക്കാട്ടിൽ 6 ഇഞ്ച് കൂട്ടാം, 8 ഇഞ്ച് കൂട്ടാം, 10 ഇഞ്ച് കൂട്ടാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഫേസ് എടുക്കുക കേട്ടോ. സൈഡ് കൂട്ടുക. നമ്മളത് അടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് ഫ്രണ്ടിലെ മുകളിലത്തെ പീസ് ഫ്രണ്ട് നമുക്ക് ചരടൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെ അടിക്കേണ്ടതാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 2 ഇഞ്ചാണല്ലോ അതിന് വിട്ടേക്കണത്. അപ്പോൾ നമ്മളൊരു 1.5 ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. 1.5 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് വീണ്ടും വരച്ചു കൊടുക്കുക. കെട്ടിട്ടടിക്കുക. അത്ര സ്ഥലത്ത് നമ്മൾ തയ്ക്കാതെ വീണ്ടും നൂല് പൊട്ടിക്കാതെ തന്നെ നമുക്ക് തയ്ച്ചു പോയാൽ എളുപ്പമാണ്. ഇവിടെ ഞാൻ ആ സ്പേസ് വിട്ടത് കണ്ട. ഇവിടെ ചരടടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചരട് നമുക്ക് കയറ്റിയിടാം കണ്ട. ഇത്ര സ്പേസ് നമുക്ക് കിട്ടും. ഇനി മുകളിൽ അത് അടിച്ചു കൊടുക്കുക.
കണ്ടോ, നമ്മൾ മടക്കി വെച്ച പീസിൽ ഇങ്ങനെ സ്റ്റിഫ് അയൺ ചെയ്ത് വെച്ചു. അത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, എളുപ്പം. ഇവിടെ നമുക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. കണ്ട, അത് ഓരോരുത്തരുടെ കാലിന്റെ വണ്ണം അനുസരിച്ചാണ്. ഇതിപ്പോ 6 ഇഞ്ച് മതി. 6 ഇഞ്ചിലാണ് നമ്മൾ തയ്ച്ചു പോകുന്നത്. താഴെ മാത്രം നമുക്ക് ഇത്തിരി കൂടുതൽ വരും. ബാക്കി എല്ലാം 1/2 ഇഞ്ചിൽ തയ്ച്ചു പോകണം കേട്ടോ. താഴെ മാത്രം നമ്മൾ കൂടുതൽ അടിക്കും, ബാക്കിയെല്ലാം 1/2 ഇഞ്ചിൽ. നല്ല വശം എടുക്കാം, 2 കാലിന്റെ നല്ല വശം. കണ്ടോ, നല്ല വശത്തില് ഈ ക്രോച്ചിന്റെ ഈ പോയിന്റ് രണ്ടും സെയിം ആയിരിക്കണം. കണ്ട കണ്ട, ഇങ്ങനെ അടിക്കണം. നമുക്ക് ഇത്രയും പീസാണ് ഇതിൽ ജോയിന്റ് ആവേണ്ടത്. കണ്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാനുള്ളതാണ്. സൈഡിലാണ് ചുരുക്ക് വേണ്ടതെങ്കിൽ സൈഡ്, അതല്ല ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇടുന്നത് സൈഡിലാണ്. അപ്പൊ ഇത്രയും നമുക്ക് ഇതിലേക്ക് ഒതുങ്ങണം. അങ്ങനെ വേണമെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ് ഇട്ടിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക, മുകളിലത്തെ പീസിലേക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വശമാണ് ഇത്, നല്ല വശം. ഇത് ഫ്രണ്ട് ആക്കാനാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മടക്കി ഇങ്ങനെ കയറ്റാനൊക്കെ വെച്ചിട്ടുണ്ട്, ചരടിടാനൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ഈ നല്ല വശവും ഇതാണ് നല്ല വശവും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് പിൻ ചെയ്യുക. പ്ലേറ്റ് ഇടാനുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പ്ലേറ്റ് ഇട്ടിട്ട് പോവുക. നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ നിങ്ങൾ പ്ലേറ്റ് ഇട്ടിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ അങ്ങനെ തയ്ച്ചു പോവുക കേട്ടോ. മിസ്റ്റേക്ക് വരുത്താതെ തയ്ക്കണം. ഞാൻ ഇവിടെയാണ് പ്ലേറ്റ് ഇടാൻ മാർക്ക് ചെയ്തേക്കുന്നത്.
നിങ്ങൾ ഈ ബാക്ക് പീസിന്റെ ഇത് കൂടെ ജോയിന്റ് കൂടെ നിങ്ങളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അതൊന്ന് അടിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിൻ ചെയ്താലേ നമുക്ക് കറക്റ്റ്. നമ്മളൊന്ന് അടിച്ചതിന് ശേഷം ഈ ബാക്കിലെ പീസ് കൂടെ അടിക്കാതെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് അടിച്ചതിന് ശേഷം ഈ ബാക്ക് കൂടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ ലെവലിന് വ്യത്യാസം വരും. ഈ ലെവൽ വ്യത്യാസം എന്ന് പറയുന്നത് വൃത്തികേടാണ് ബോട്ടത്തിന്. അതുപോലെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ മാറിപ്പോകും. അപ്പൊ നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒന്നിച്ച് തന്നെ പ്ലീറ്റ് ഇട്ട് പോവുകയും ചെയ്യാം. നമുക്ക് ആ കറക്റ്റ് ലെവലിൽ നിൽക്കുകയും ചെയ്യും. നമ്മുടെ പാൻറ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതില് ചരട് തയ്ച്ചിടുകയോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചരട് എടുത്തിടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ബോട്ടം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.